Good evening. Good evening. Hello. Yeah. Okay. Now, good evening. Good evening. It's good to be here. ഇവിടെ ആയിരിക്കുന്ന വളരെ നല്ലതാണ്. We just arrived from Pune. പൂനെയിൽ നിന്ന് ഇപ്പം എത്തിയതേ ഉള്ളൂ. So I decided to dress for the occasion for my this is my formal attire. ഇത് എൻ്റെ നല്ല വസ്ത്രമാണ്, സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന നല്ല വസ്ത്രങ്ങൾ. Great privilege to be here. ഇവിടെ ആയിരിക്കുന്ന വലിയ പദവിയായിരിക്കും. One of the great churches in India, if not the entire world. ഭാരതത്തിലുള്ള വലിയ ചർച്ചസിൽ ഒന്നാണ്, ലോകത്തിലുള്ള വലിയ ചർച്ചസിൽ ഒന്നല്ലെങ്കിൽ. And thank all of you for your prayers for the Muslim people as we presented those to you last year. നിങ്ങളുടെ എല്ലാവരുടെയും മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നല്ലോ. I know many of you have accepted the challenge to remember the Islamic, the Christian Muslims 5 minutes a day. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും അതിനായിട്ട് പ്രതികരിച്ചിരുന്നു, അത് റെസ്പോണ്ട് ചെയ്തിരുന്നു. മുസ്ലിം രാജ്യത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന്. And they call themselves Christian Muslim because they are Muslim by birth but Christian by choice. അവരെല്ലാവരും മുസ്ലിം ക്രിസ്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അവർ ജനനത്താൽ മുസ്ലിംസും അവരുടെ ഇഷ്ടത്താൽ അവർ മുസ്ലിം ക്രിസ്ത്യൻസും. And during this time of prayer, 21 or 31 days. 21 days of prayer. Please continue to with your 5 minutes a day for the persecuted believers in the Islamic world. ഈ 21 ദിവസത്തിനിടയിൽ നിങ്ങളുടെ പ്രാർത്ഥന ദിവസം 5 മിനിറ്റ് നേരം പ്രാർത്ഥിക്കാമെന്ന് നിങ്ങളൊക്കെ ഏറ്റിരുന്നല്ലോ, അത് കണ്ടിന്യൂ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. If you have your Bible tonight, നിങ്ങളുടെ വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ turn with me to Genesis, the 41 chapter. ഉൽപ്പത്തി 41 വചനത്തിലോട്ട് അധ്യായത്തിലോട്ട് തിരിഞ്ഞാട്ട്. While you are turning, for those of you who may not remember, our ministry is to the Islamic people. നിങ്ങൾ ഓർക്കാത്തവർ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഞങ്ങളുടെ ശുശ്രൂഷകൾ ലോകത്തിലുള്ള മുസ്ലിം രാജ്യങ്ങളിലാണ്. Although our emphasis is in the Islamic world, most of our direction is to Egypt, Sudan and Libya. ജനറലായിട്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളോടും ഞങ്ങളുടെ ശുശ്രൂഷകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടുതലും കേന്ദ്രീകരിക്കുന്നത് ഈജിപ്തിൽ, സുഡാനിൽ and ലിബിയയിൽ. Although we're ministering in many of the Middle East countries, those are the major emphasis. മറ്റ് പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ ഈ 3 രാജ്യങ്ങളാണ് ഞങ്ങൾ കൂടുതലും കേന്ദ്രീകരിക്കുന്നത്. Genesis 41. ഉൽപ്പത്തി 41. I will ask Brother Thomas if he will to read verse number 53 through 57. 53 മുതൽ 57 വരെ വായിക്കാം. ഞാൻ വായിച്ചോളാം. മിസ്രയീം ദേശത്തുണ്ടായ സുഭിക്ഷതയുള്ള 7 സംവത്സരം കഴിഞ്ഞപ്പോൾ യോസെഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി. എന്നാൽ മിസ്രയീം ദേശത്ത് എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു. പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ മിസ്രയീമ്യരോടൊക്കെയും, നിങ്ങൾ യോസെഫിന്റെ അടുക്കൽ ചെല്ലുവീൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസെഫ് പാണ്ഡികശാലികളൊക്കെയും തുറന്നു. മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസെഫിന്റെ അടുക്കൽ വന്നു. This morning while I was preaching in Pune, ഇന്ന് രാവിലെ ഞാൻ പൂനെയിൽ പ്രസംഗിക്കുകയായിരുന്നു. As the service was ending and the people were praying in the front, ശുശ്രൂഷ തീരാറായപ്പോൾ ജനങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് മുമ്പിലോട്ട് വന്നപ്പോൾ the Lord spoke to my heart about preaching tonight here in Bangalore about Joseph. കർത്താവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു, ഇന്ന് വൈകുന്നേരം ഇവിടെ യോസേഫിനെ കുറിച്ച് സംസാരിക്കണമെന്ന്. But that wasn't what I had prepared. അതല്ലായിരുന്നു ഞാൻ തയ്യാറായിക്കൊണ്ടുവന്നത്. Why doesn't God listen to me? എന്തുകൊണ്ട് ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ല? It's so I began to seek the Lord on this. ഈ വിഷയത്തിൽ ഞാൻ കർത്താവിന്റെ മുഖം അന്വേഷിച്ചു. And so I never escaped the confidence in my heart that he wanted me to preach tonight on Joseph. ജോസഫിനെ കുറിച്ച് പ്രസംഗിക്കണമെന്നുള്ള ദൈവം തന്ന ആശയം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറിയില്ല.
And so I said, okay, I will know that I need a confirmation about this. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു. Because I've prayed about this other message, but now you're changing my mind. ഞാൻ മറ്റു പല വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പം ദൈവമേ നീ എൻ്റെ മനസ്സ് മാറ്റുകയാണല്ലോ. And so I need a confirmation. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഉറപ്പ് വേണം. I said, Father, if I receive confirmation within the first 15 minutes after I land in Bangalore from one of the leaders, I'll know that this is what you want. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിൽ എത്തിയതിനു ശേഷം 15 മിനിറ്റിനകം ആരെങ്കിലും എന്നോടൊന്ന് പറയുകയാണെങ്കിൽ എനിക്കിത് ദൈവത്തിൽ നിന്നുള്ള ഉറപ്പാണെന്ന് പറയാമെന്ന് എന്ന് ഞാൻ ചിന്തിക്കുമെന്ന് പറഞ്ഞു. And within 10 minutes after Brother Thomas picked us up, 10 നിമിഷത്തിനകം വെച്ച് ഞാൻ ഈ വിഷയം എടുത്തിട്ടു. he said, may I make a request? ഞാനൊരു റിക്വസ്റ്റ് ചെയ്യട്ടെ? He said, could you preach on Joseph tonight? ഇന്ന് യോസേഫിനെ കുറിച്ച് പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചു. So this is the confirmation that I was looking for from the Lord. ദൈവത്തിന് ഞാൻ പ്രതീക്ഷിച്ച ഉറപ്പ് ഇതായിരുന്നു. Joseph. യോസേഫ്. He's a man that brings up many memories and many stories. യോസേഫ് നമ്മുടെ ഉള്ളിലെ പല കഥകളും പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. Probably one of the most famous stories concerning Joseph is the coat of many colors. യോസേഫിനെ കുറിച്ച് നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു കാണാൻ പല തരത്തിലുള്ള പുതിയ അങ്കി. The coat of many colors was what is called an inheritance coat. ഈ പുതിയ പല നിറത്തിലുള്ള പുതിയ അങ്കി നമ്മളെ ഓർപ്പിക്കുന്നത് ഒരു പിതാവിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഹെറിറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു അവകാശമാണ്. At age 13, the father chose the boy who would, or the heir who would inherit everything. Age 13. 13-ാം വയസ്സിൽ പിതാവ് സാധാരണയായിട്ട് അവകാശിയെ തിരഞ്ഞെടുക്കും. And so when Joseph reached the age of 13, യോസേഫ് 13 വയസ്സായപ്പോൾ his father Jacob gave him the inheritance coat. അവന്റെ പിതാവ് അവന്റെ അവകാശമായ അങ്കി, പുതിയ അങ്കി കൊടുത്തു. But Joseph at that time was the youngest. ആ സമയത്ത് യോസേഫ് ഏറ്റവും ഇളയ മകനായിരുന്നു. Jacob had went through his entire list of sons. യാക്കോബ് അവന്റെ എല്ലാ മക്കളെയും നോക്കി and had disqualified all of them. അവരെ എല്ലാവരെയും നിരോധിച്ചു. And settled upon Joseph. ജോസഫിന്റെ പേര് ചിട്ടു വീണു. From that time forward, every year on the birthday of this son, ആ സമയം മുതൽ എല്ലാ വർഷവും അവന്റെ ഈ മകന്റെ ജന്മദിവസത്തിൽ they would have a celebration. അവർക്ക് ഒരു ഉത്സവം ഉണ്ടാകും. And the son would then wear this inheritance coat for that one day, that just as a reminder of his inheritance. ആ ദിവസം, ആ ജന്മദിവസം, ആ പല തരത്തിലുള്ള നിറമുള്ള അങ്കി ആ ദിവസം അവൻ ധരിച്ചിരിക്കും. But Joseph was not the typical son. പക്ഷേ യോസേഫ് സാധാരണ ഒരു മകനായിരുന്നില്ല. Joseph wore his coat all the time. യോസഫ് എപ്പോഴും ആ അങ്കി ധരിച്ചുകൊണ്ടിരുന്നു. He wanted to remind his brothers of the position that he held. അവന്റെ സഹോദരന്മാരെ ഓർപ്പിക്കാൻ അവൻ താല്പര്യപ്പെട്ടിരുന്നു അവന് ഉണ്ടായിരുന്ന അവകാശം. Now the brothers didn't like that too well. അവന്റെ സഹോദരന്മാർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. They didn't like to be reminded constantly that they had been rejected and their younger brother had been accepted. അവരെ എല്ലാവരെയും ദൈവം നിരോധിച്ചു, പിതാവ് നിരോധിച്ചു എന്നും അവന്റെ ഇളയ സഹോദരൻ അത് ദൈവം ഈ അങ്കിക്ക് വേണ്ടി പിതാവ് അവനെ സ്വീകരിച്ചു എന്നുള്ളൊരു വസ്തുത അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. But Joseph didn't care how they felt. യോസേഫ് അവർക്ക് സഹോദരന്മാർക്കുള്ള വികാരങ്ങളെ അവൻ മനസ്സിലാക്കിയില്ല. And then later on Joseph had 2 dreams. അതിനുശേഷം യോസേഫിന് 2 സ്വപ്നങ്ങൾ ഉണ്ടായി. And he as his personality was, he shared these dreams with his brothers. യോസേഫ് അവന്റെ സ്വഭാവമായി ആകുന്ന പോലെ അവന്റെ ഈ കാര്യം അവന്റെ സഹോദരന്മാരോട് അവൻ പങ്കുവെച്ചു. Indicating that there would be a time when they would bow down before him. അപ്പൊ അവൻ എങ്ങനെയാണ് അവരെ കാണിച്ചത്? ഒരു സമയം വരും ഇവരെല്ലാവരും യോസേഫിന്റെ മുമ്പാകെ തലവണങ്ങും. Well, they already hated him. അവർ 11 പേരും അവനെ വെറുത്തിരുന്നു. And this just intensified the hatred.
ഈ അങ്കി കാണുമ്പോഴെല്ലാം അവന്റെ ആ വെറുപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. And when he shared this with his father Jacob, Jacob says, just keep your mouth shut. അവൻ ഈ യോസേഫ് ഈ കാര്യം പിതാവിനോട് പങ്കുവെച്ചപ്പോൾ പിതാവിനോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. Do not cause problems with your brothers. നിന്റെ സഹോദരന്മാരോട് നീ പ്രശ്നം ഉണ്ടാക്കരുത്. But Joseph didn't listen. പക്ഷേ യോസേഫ് ഇത് അനുസരിച്ചില്ല. He continued to be the favorite of his father. അവൻ അവന്റെ പിതാവിന്റെ പ്രിയ പുത്രനായിട്ട് and തുടർന്നു. continued to wear his coat every single day. ഈ അങ്കി പുതിയ അങ്കി എല്ലാ ദിവസവും ധരിച്ചുകൊണ്ട് നടന്നു. Finally the brothers had enough. അവസാനം അവന്റെ സഹോദരന്മാർക്ക് എല്ലാവർക്കും മതിയായി. They said, we'll get rid of this boy once and for all. എന്നേക്കുമായിട്ട് ഈ ചെറുക്കനെ നശിപ്പിച്ച് കളയാമെന്ന് അവർ ചിന്തിച്ചു. The decision was made to kill him. ഒരു തീരുമാനം, അവനെ കൊല്ലുവാനായിട്ട് ഒരു തീരുമാനം എടുത്തു. Reuben refused to allow that to happen. റൂബേൻ അത് സമ്മതിച്ചില്ല. And so they settled for placing him into a dry well or into a pit. ഒരു പൊട്ടക്കിണറിൽ അവനെ ഇട്ട് കളയാമെന്ന് അവരെല്ലാവരും പിന്നെ ഒത്തു. Eventually this 17-year-old boy was sold into slavery into the nation of Egypt. അവസാനം അവനെ ഒരു മിസ്രൈമ്യനായ ഒരു കച്ചവടക്കാരന് അവനെ വിറ്റു കളഞ്ഞു. Joseph was sold to a man by the name of Potiphar. യോസേഫ് പൊത്തിഫർ എന്ന പേരുള്ള ഒരു മനുഷ്യനാണ് വിറ്റത്. Potiphar he was of the royal line, but he was down the line like a cousin or something like this. പൊത്തിഫർ വളരെ രാജകീയ കുടുംബത്തിലുള്ളവനായിരുന്നു. പക്ഷേ രാജാവിന്റെ അടുത്ത ബന്ധു അല്ലെങ്കിലും ഒരു അകന്ന ബന്ധുവായിരുന്നു. The pharaoh of the land at that time was Pharaoh Sennacherib III. ആ സമയത്ത് അവിടെ അധികാരത്തിലിരുന്ന ഫറോ സെനസെരത്ത് മൂന്നാമെന്ന് ഉള്ളവനായിരുന്നു. Now Potiphar was the captain of a group of men that they called the butchers. പൊത്തിഫർ ഒരു കൂട്ടം ജനങ്ങളുടെ നേതാവായിരുന്നു. അവരായിരുന്നു ബുച്ചേഴ്സ് അല്ലെങ്കിൽ അറുക്കുന്നവര്. The butchers were a group of 33 men. 33 പേരുടെ ഒരു കൂട്ടമായിരുന്നു ഈ കൂട്ടം. Their responsibility was to protect the pharaoh. അവരുടെ ചുമതലയായിരുന്നു ഫറോ രാജാവിനെ സംരക്ഷിക്കുക. And according to the law of Egypt, Pharaoh was a living god. മിസ്രൈമിലെ നിയമം അനുസരിച്ച് ഫറോ അവിടുത്തെ ഒരു ജീവിക്കുന്ന ദൈവമായിരുന്നു. No one was allowed to touch the living god. ആരും ഈ ജീവിക്കുന്ന ദൈവത്തെ തൊടുവാനായിട്ട് അനുവദിച്ചിരുന്നില്ല. No one was allowed to make eye contact with the living god. ഈ ജീവിക്കുന്ന ദൈവമായിട്ട് ആരും കണ്ണോട് കണ്ണു നോക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. And no one was allowed to address the living god without his special permission. ഫറോ രാജാവിന്റെ സ്പെഷ്യൽ അനുവാദമല്ലാതെ ആരും അവനെ ഫറോവിന്റെ അടുത്ത് വരുവാൻ സമ്മതിച്ചിരുന്നില്ല. And Potiphar and the butchers were responsible to keep an area of at least 10 feet around the Pharaoh at all times. പൊത്തിഫറോന്റെ കൂടെയുള്ളവരും ഈ ഫറോ രാജാവിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 10 അടി ദൂരം സൂക്ഷിക്കണമെന്ന് അവരുടെ ചുമതലയായിരുന്നു. No one was allowed to come within 10 feet of Pharaoh. 10 അടി ദൂരത്തിനടുത്ത് വരെ ആരും വരാൻ അനുവദിച്ചിരുന്നില്ല. Wherever he walked, എവിടെ പോയാലും, wherever he went, എവിടെ ചെന്നാലും they were with him. അവരെല്ലാവരും അവന്റെ കൂടെ ഫറോ രാജാവിനോട് കൂടെയായിരുന്നു. And if anyone, including dogs and cats and anything else, got within 10 feet, then it was the responsibility of the butchers to eliminate them. ആരെങ്കിലും ഈ 10 അടിയിൽ ഉള്ളിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഒരു പട്ടിയോ ഒരു പൂച്ചയോ ഒരു മനുഷ്യനോ വന്നിരുന്നെങ്കിൽ അവനെ അവിടെ വെച്ച് കൊല്ലുവാനായിട്ടുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. But Pharaoh had the final decision. പക്ഷേ ഫറോ രാജാവിനായിരുന്നു അവസാനത്തെ അധികാരം. If anyone got within 10 feet, ആരെങ്കിലും 10 അടിക്ക് ഉള്ളിൽ വന്നിരുന്നു, the person was immediately thrust to the ground and his head down in the dust. മനുഷ്യരിൽ വന്ന് ഒരാൾ വന്ന് അവനെ നിലത്തിട്ട് ചവിട്ടുമായിരുന്നു. And then Pharaoh then would say okay or not okay. ഫറോ എന്നിട്ട് പറയും ഇത് ശരിയാണോ അതോ ശരിയല്ലയോ എന്ന്. If he says okay, the person lived. ഫറോ രാജാ പറയാണോ ശരിയെന്ന് പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ ജീവിച്ചിരിക്കും. But they would spend the rest of their life in Pharaoh's prison. പക്ഷേ അവന്റെ ബാക്കിയുള്ള ജീവിതം മുഴുവനും ഫറോ രാജാവിന്റെ തടവിലായിരിക്കും. If he says not okay, അവൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ, then the man, the woman, the child, the dog, the cat, whoever would die. ഒരു മനുഷ്യനോ ഒരു സ്ത്രീയോ ഒരു നായോ ഒരു പൂച്ചയോ ആരായിരുന്നാലും ഉടനെ മരിച്ചിരിക്കും. Now because Potiphar was a down the line blood relative of Pharaoh, പൊത്തിഫർ ഫറോ രാജാവിന്റെ ഒരു അകന്ന ബന്ധുവായിരുന്നത് കൊണ്ട് he was eligible to be involved with political marriages. അവനെ രാഷ്ട്രീയ രീതിയിലുള്ള വിവാഹങ്ങൾക്ക് യോഗ്യനായിരുന്നു.
And what would happen is that one of the royal line would marry someone from the royal line of another country. വേറെ ഈ രാജകീയ കുടുംബത്തിലുള്ള ആരെങ്കിലും വിവാഹത്തിന് യോഗ്യരായവർ മറ്റുള്ള രാജ്യത്തിലുള്ള ഈ രാജകീയ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കും. And that would make them a political alliance that was put together by bloodline. അവരെ അങ്ങനെ ഒരു രാഷ്ട്രീയ രീതിയിൽ അവര് കൂട്ടുകാരായി തീരും. If you remember in the Word of God, Solomon had many of these political arrangements and political marriages. നിങ്ങൾ ദൈവവചനം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചു കാണും, ശലോമോൻ രാജാവിന് ഇങ്ങനെയുള്ള അനേക അലയൻസസ് അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടായിരുന്നു മറ്റു രാജ്യങ്ങളിലുള്ള ഈ വിവാഹ നിമിത്തം. Potiphar also was involved with a political marriage as an alliance. പൊത്തിഫറും ഇതുപോലെ ഒരു രാഷ്ട്രീയ രീതിയിൽ മറ്റു രാജാവിന്റെ ഒരു ബന്ധുവിൽ നിന്ന് വിവാഹം കഴിച്ചിരുന്നു. He was given as a husband and the wife was taken from the king of Babylon. ബാബിലോൺ രാജാവിന്റെ ഒരു ബന്ധുവിൽ നിന്ന് വിവാഹം കഴിച്ചു. The woman's name was Zuleika. സുലീക്ക എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. She was 15 years old when Potiphar married her for these political reasons. ഈ രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ വിവാഹം നടന്നത് അപ്പോൾ ഈ സ്ത്രീക്ക് 15 വയസ്സായിരുന്നു. History records that Zuleika was a very beautiful young lady. ചരിത്രം പറയുന്ന ഈ സുലൂക്ക വളരെ സുന്ദരിയായ ഒരു യുവതിയായിരുന്നു. But it wasn't a marriage of love anyway. It was a political marriage. So രാഷ്ട്രീയ വിവാഹമായിരുന്നു. ഇതൊരു സ്നേഹിച്ച് കഴിച്ചതല്ലായിരുന്നു. Now, she was 15, and so they lived together as husband and wife. They didn't have any children because it was a political marriage. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരുമിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല, കാരണം അതൊരു രാഷ്ട്രീയ വിവാഹമായിരുന്നു. So there's really no historical evidence that the marriage even went to the marriage bed. Come again? That it was consummated. അവരുടെ വിവാഹം ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലോട്ട് വന്നില്ല. The only thing we know for sure is when Zuleika was 30 years old, there was a slave that came to live in the household. ഒരു കാര്യം അറിയാം, സുലൂക്ക 30 വയസ്സായിരുന്നപ്പോൾ അവരുടെ വീട്ടില് ഒരു അടിമ താമസിക്കാനായിട്ട് വന്നിരുന്നു. This was Joseph. അത് ജോസഫ് ആയിരുന്നു. Joseph was given responsibility of the household duties as well as the household business of Potiphar. യോസേഫിന് വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനും മറ്റു കാര്യങ്ങൾ നോക്കുവാനുമായിട്ടുള്ള ചുമതല ഏൽപ്പിച്ചിരുന്നു. Now, every year in Egypt there's a special celebration. എല്ലാ വർഷവും ഇസ്രായേലിൽ ഒരു പ്രധാന ഉത്സവമുണ്ട്. At that time, not now, but at that time. ആ സമയങ്ങളിൽ This was a celebration to ensure that crops would grow. ഈ ഉത്സവം അവരുടെ കൃഷി എല്ലാം നന്നായിട്ട് ഉത്പാദനം ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു. And what this celebration guaranteed was that the god of the rain, which was Isis, would unite with the god of the harvest, who is Osiris. ഈ ഉത്സവത്തിന്റെ കാരണം ഇതായിരുന്നു, മഴ ദൈവമായിരുന്ന ഐസിസും കൃഷിയുടെ ഉൽപാദനത്തിന്റെ ദൈവമായിരുന്ന ഐസിസ് ആൻഡ് ഒസൈറിസ്, ഇവര് രണ്ടുപേരും ഈ രണ്ട് ദൈവങ്ങളെ ഉണർത്തുവാനായിരുന്നു ഈ ഉത്സവം. And so Osiris was the god with the Egyptian god of cultivation, of corn, of wheat, of rice, that type. ഒസൈറസ് ആയിരുന്നു ഇസ്രായേൽ ദൈവം, ഈ കൃഷികളുടെയും ഉൽപാദനത്തിന്റെയും വർധന ലഭിക്കുവാനായി. And Isis was the goddess of the rain who would fertilize who would water the crops. ഐസിസ് ആയിരുന്നു അവരുടെ ദൈവം, മഴയെ അയക്കുകയും അവരുടെ കൃഷികളൊക്കെ നനയ്ക്കുകയും ചെയ്തു. But every year there was the harvest, there was the fertility celebration in March of each year. എല്ലാ വർഷവും മാർച്ച് മാസം അവരുടെ ഈ കൃഷിയുടെ ഉൽപാദനത്തിന് വേണ്ടിയുള്ള ഒരു ഉത്സവമായിരുന്നു. This was a 4-day celebration. ഇത് 4 ദിവസത്തെ ഉത്സവമായിരുന്നു. March 4, 5, 6 and 7. മാർച്ച് 4, 5, 6, 7. And every year it was those dates that was this celebration. എല്ലാ വർഷവും ഈ 4 ദിവസമായിരുന്നു അവരുടെ ഉത്സവം. And the Egyptians felt that it was necessary for this celebration to be done each year, or else crops would not come up.
മിസ്രൈമിൽ വിശ്വസിച്ചിരുന്നു ഈ 4 ദിവസം ഉത്സവം ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കൃഷി ഉൽപാദനം ഉണ്ടാകുകയില്ല. Every year, the living God, Pharaoh, എല്ലാ ദിവസവും എല്ലാ വർഷവും ജീവിക്കുന്ന രാജാവായ ഫറോ, would appoint ജീവിക്കുന്ന ദൈവമായ ഫറോ one woman in the land of Egypt. ഒരു സ്ത്രീയെ നിയമിക്കും ആ മിസ്രയീം ദേശത്ത് മുഴുവനും. And he would identify her as the reincarnated Isis. He or she? ആ സ്ത്രീ തീരുമാനിക്കും ഈ ഐസിസിന്റെ ഇൻകാർണേഷൻ അല്ലെങ്കിൽ അവതാരം. And so Pharaoh is the one who chose the woman who would be considered the goddess Isis for 4 days. ഫറോ ആയിരുന്നു ഇത് തീരുമാനിച്ചിരുന്നത്. 4 ദിവസത്തേക്ക് ആരായിരിക്കും ഈ ഐസിസ് രാജ്ഞി. Now this Isis, this woman who was chosen to be Isis, it was her responsibility to choose Osiris. ഈ തെരഞ്ഞെടുത്ത സ്ത്രീയുടെ ചുമതലയായിരുന്നു ഒസൈറിസിന്റെ അവതാരത്തെ തെരഞ്ഞെടുക്കാൻ. And then for those 4 days, Isis and Osiris, or the one who is chosen to be Isis and the one chosen to be Osiris, would come together. ഈ ഐസിസിന്റെ അവതാരമായിട്ട് തെരഞ്ഞെടുത്ത മനുഷ്യരും ഒസൈറിസിന്റെ അവതാരമായിട്ട് തെരഞ്ഞെടുത്ത സ്ത്രീയും ഒരുമിച്ച് ആ 4 ദിവസം ഒരുമിച്ച് വരും. And Isis would conceive. ഐസിസ് ഗർഭം ധരിക്കും. Or the woman who was chosen to be Isis would conceive. ഐസിസ് ആകാനായിട്ട് തെരഞ്ഞെടുത്ത സ്ത്രീ ഗർഭം ധരിക്കും. And with her conception, അവക്കുള്ള ഗർഭം മൂലം that guaranteed that the crops would come up again for another year. കൃഷി നന്നായിട്ട് ഉൽപാദനം എന്നുള്ളതിന്റെ ഒരു ഗ്യാരണ്ടി ആയിരുന്നു, ഒരു ഉറപ്പായിരുന്നു. And this was all Egyptian mythology. ഇതെല്ലാം ഈ മിസ്രയീമ്യ ഐതിഹ്യങ്ങളാണ്. But on this particular year, പക്ഷെ ഈ പ്രത്യേക വർഷം the living God, Pharaoh, ജീവിക്കുന്ന ദൈവമാകുന്ന ഫറോ appointed Zulekha to be the Isis for that year. സുലേഖയെ ആ വർഷത്തെ ഐസിസ് ആയിട്ട് തിരഞ്ഞെടുത്തു. And she in turn chose her house servant Joseph to be the Osiris for that ഐസിസ് year. അവക്കുള്ള ഒസൈറസ് ആയിട്ട് തിരഞ്ഞെടുത്തത് യോസെഫിനെയായിരുന്നു. So now the stage is set for the greatest honor that these two people would ever have in their life if they were truly Egyptians. അവർ യഥാർത്ഥ മിസ്രൈമിലാണെങ്കിൽ അവരുടെ മേലൊരു വലിയ പദവിയാണ് വന്നു വീണത്. This woman was chosen to be the reincarnation of a goddess. ഈ സ്ത്രീയെ ഒരു ദേവതയുടെ അവതാരമായിട്ട് തിരഞ്ഞെടുത്തിരുന്നു. And this man was chosen to be in the incarnation of a god. ഈ മനുഷ്യനെ ഒസൈറിസിന്റെ അതായത് ദൈവത്തിന്റെ അവതാരമായിട്ട് തിരഞ്ഞെടുത്തു. And with the blessings of Pharaoh, ഫറോ രാജാവിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം മൂലം, and the blessings of all of the people of Egypt, ഈജിപ്തിലുള്ള മിസ്രൈമിലുള്ള എല്ലാ മനുഷ്യരുടെയും and അനുഗ്രഹം all മൂലം, of the religious leaders of Egypt, എല്ലാ മത നേതാക്കന്മാരുടെയും അനുഗ്രഹം മൂലം they were expected to come together and produce a child. അവർ രണ്ടുപേരും ഒരുമിച്ച് വരണം എന്നുള്ളതാണ് അവർ എല്ലാവരും ആഗ്രഹിച്ചതും ചിന്തിച്ചതും. Now we have Joseph, ഇപ്പോൾ നമുക്ക് യോസേഫ് നമ്മുടെ കണ്ണിലുണ്ട്. which very well could have been the greatest honor ever given to him. ഈ യോസേഫിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയായിരിക്കണം ആ ഒരു സംഭവം. But the only problem with that, പക്ഷെ അതിനകത്തുണ്ടായിരുന്ന പ്രശ്നം, Joseph was not an Egyptian and he did not serve the Egyptian gods. യോസേഫ് ഒരു മിസ്രൈമ്യനായിരുന്നില്ല. അവൻ ഈ ഫറോ ദൈവത്തെ സ്വീകരിച്ചിരുന്നില്ല. Joseph served the gods of his father. യോസേഫ് അവന്റെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിച്ചിരുന്നു, The God of Abraham and അബ്രഹാമിന്റെ ദൈവം, Isaac and Jacob. ഇസഹാക്കിന്റെ ദൈവത്തെയും യാക്കോബിന്റെ ദൈവത്തെയും. And so when Zulekha approached him on that first day, ആദ്യത്തെ ദിവസം സുലൂക്ക യോസേഫിന്റെ അടുത്ത് പോയപ്പോൾ Joseph refused her. യോസേഫ് നിരോധിച്ചു. This thing had never happened before. ഇങ്ങനത്തെ ഒരു സംഭവം ഒരിക്കലും നടന്നിട്ടില്ല. There had never been a refusal. ഇങ്ങനെ ഒരിക്കലും ഒരു നിരോധനം സംഭവിച്ചിട്ടില്ല. And so now Joseph refused and pulled away from her. യോസേഫ് നിരോധിച്ചിട്ട് പുറന്നോട്ട് പോയി. The following day, she came അടുത്ത to him ദിവസം again.
She came again. അവൾ പിന്നെയും അവന്റെ അടുത്ത് വന്നു. And again the second time, Joseph pulled back, says, no, I can't do this. This is against my God. This is against your husband. രണ്ടാമത് ജോസഫ് പുറകെ വന്നു. ഒരിക്കലുമില്ല, ഇത് എന്റെ ദൈവത്തിന് വിരോധമാണ്. Well, she only had 2 more days to conceive. അവർക്ക് 2 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഗർഭം ധരിക്കാൻ ബാക്കി. Things were becoming desperate. അവർ വളരെ ഒരു ആകാംക്ഷയോടെ കാത്തിരുന്നു. So the third day, when she tried again, it was more desperation. അവള് മൂന്നാമത് പിന്നെയും പരിശ്രമിച്ചപ്പോൾ അവള് വളരെ പ്രയാസത്തിലായിട്ടാണ്. Again Joseph refused, said, no, I cannot do this. I'm not a believer in this. യോസേഫ് പിന്നെ നിരോധിച്ചു. നോ, എനിക്ക് ഒരിക്കലും അസാധ്യമാണ്, ഞാനൊരു വിശ്വാസിയാണ് ദൈവത്തിന്റെ. And then the 4th day came. 4ാം ദിവസം വന്നു. And now desperation had totally set in. Desperation എന്തോ നിരാശ അവളെ കടന്നു പിടിച്ചു. If this woman did not conceive, ഈ സ്ത്രീ ഗർഭം ധരിച്ചില്ലെങ്കിൽ, then she would be blamed for crop failures for that year. അവളെ എല്ലാവരും രാജ്യം മുഴുവനും കുറ്റം പറയും. ക്രോപ്പ് അല്ലെങ്കിൽ കൃഷി മോശമായാൽ she could be blamed for floods. വെള്ളപ്പൊക്കം ഉണ്ടായാൽ അവളെ കുറ്റം പറയും. She could be blamed for pestilences that came and destroyed the crops. കൃമികളോ അല്ലെങ്കിൽ കീടങ്ങളോ വന്ന് കൃഷി നശിപ്പിച്ചാലും അവളെ കുറ്റം പറയും. She could have been blamed for anything that would cause a problem with the harvest. ഈ കൊയ്ത്തിന് സംബന്ധിച്ച് എന്ത് പ്രശ്നം ഉണ്ടായാലും അവളെ കുറ്റം പറയും. Now the 4th day came and went, and now it was too late. 4ാം ദിവസം എത്തി, ഇപ്പോൾ അവസാന നിമിഷമാണ്. But Zuleika says to herself, സുലേഖ അവളോട് തന്നെ പറയുന്നു, no one knows that I did not conceive. ആർക്കും അറിയത്തില്ല ഞാൻ ഗർഭം ധരിച്ചില്ലാന്ന്. So we will try again. ഒന്നുകൂടെ ശ്രമിക്കാം. So on the 5th day, 5ാം ദിവസം, when Joseph felt like he was safe, ജോസഫ് ചിന്തിച്ചു അവനിപ്പോൾ സുരക്ഷിതമായ ഒരു സന്ദർഭത്തിലാണ്. the celebration was over. ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞു. Joseph was no longer a designated Osiris. യോസേഫ് ഇപ്പോൾ ഒസൈറസിന്റെ അവതാരമായിട്ടുള്ള ഒരു വ്യക്തിയല്ല. It was no longer expected of him to fulfill this thing. അവൻ ഇങ്ങനത്തെ ഒരു ചുമതല നിറവേറാനായിട്ട് ആരും അവനെ പ്രതിഷ്ഠിച്ചിരുന്നില്ല. But Zuleika says, I must conceive so that I can maintain my standing. സുലേഖ പറഞ്ഞു, പക്ഷെ ഞാൻ ഗർഭം ധരിക്കണം, എന്റെ നിലവാരം സൂക്ഷിക്കണമെങ്കിൽ. So she forcibly took hold of Joseph. അതുകൊണ്ട് യോസേഫിനെ കടന്ന് ശക്തി ഉപയോഗിച്ചു. She says, lie with me now. ഇപ്പോൾ എന്റെ കൂടെ കിടക്കുക, You must. നീ ഇപ്പോൾ ചെയ്തിരിക്കണം. And then Joseph was terrified of what was going on, so he ran from her, and as he ran, he left his garment. അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ഓടിയപ്പോൾ ഓടുന്ന സമയത്ത് അവന്റെ പുതപ്പ് അവിടെ ഇട്ടിട്ട് ഓടി, അവന്റെ ഉടുപ്പ് ഇട്ടിട്ട് ഓടി. And when her husband learned of the incident, അവക്കുള്ള ഭർത്താവ് ഈ സംഭവം മനസ്സിലാക്കിയപ്പോൾ Zuleika told him, സുലേഖ അവനോട് പറഞ്ഞു, says, this servant that you've brought into our house, നീ ഇവിടെ കൊണ്ടുവന്ന ഈ വേലക്കാരൻ ദാസൻ, he has come in to mock us, എന്നെ നിന്ദിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നു. to mock our religion, നമ്മുടെ മതത്തെ നിന്ദിക്കാൻ കൊണ്ടുവന്നു, to mock us. നമ്മളെ നിന്ദിക്കാൻ കൊണ്ടുവന്നു. He must be out of my sight, out of this house. He must be eliminated. അവൻ ഈ ഭവനത്തിൽ അവനെ മാറ്റണം, അവനെ ഇല്ലാതാക്കണം. Now, because Joseph had been chosen as the Osiris for that year, യോസഫിനെ ആ വർഷത്തേക്ക് ഒസൈറസ് ആയിട്ട് തിരഞ്ഞെടുത്തത് കാരണം, then it was forbidden for him to face death. അവനെ മരണത്തിന് അവനെ കൊല്ലുവാനായിട്ടുള്ള അവസരം നിയമമില്ലായിരുന്നു. But he could spend the rest of his life in Pharaoh's prison. പക്ഷേ ഫറോ രാജാവിന്റെ തടവിൽ അവനെ ആക്കാനായിട്ടുള്ള നിയമം ഉണ്ടായിരുന്നു. And so Joseph was placed in the prison, and his crime was he was mocking the Egyptians and mocking the celebration. Joseph put in prison because he was mocking. ജോസഫിനെ തടവിലാക്കി കാരണം അവൻ ഇവരുടെ മതത്തെയും എല്ലാം നിന്ദിച്ചത്, ഉത്സവത്തെ നിന്ദിച്ചതുകൊണ്ട്. While he was in there, after he was there for a while, 2 of Pharaoh's servants also joined him. കുറച്ച് സമയം തടവിലായതിനു ശേഷം 2 ഫറവോന്റെ വേലക്കാരും തടവിലാക്കി.
One was called in our Bible the butler. In other portions of the Bible, they call him the cupbearer. ഒരു തർജ്ജമയിലെ ബട്ട്ലർ എന്നും പിന്നെ ഒരു കപ്പേർ എന്നും പറയുന്നത് മലയാളത്തിൽ The cupbearer is പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും. താങ്ക് യു. the cupbearer is one who tasted Pharaoh or tasted of the king's drink or tasted of his food. അപ്പക്കാരുടെ പ്രമാണിയായിരുന്നു ഫറോ രാജാവിന് കൊടുക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ പാനീയങ്ങളെല്ലാം ടേസ്റ്റ് രുചി നോക്കിയിട്ട് കൊടുക്കുന്നത്. If you remember, Nehemiah served as a cupbearer. ഇവിടെ നെഹമ്യായുടെ ജോലിയും ഇത് തന്നെയായിരുന്നു. And it was his responsibility to taste of the king's food or drink before he രാജാവിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളും രുചി നോക്കിയിട്ട് കൊടുക്കേണ്ടത് നെഹമ്യാവിന്റെ ചുമതലയായിരുന്നു. to make sure it wasn't poison. അതിനകത്ത് വിഷമില്ല എന്ന് ഉറപ്പാക്കുവാൻ. Also, the baker was placed in prison. അതിന്റെ അപ്പക്കാരുടെ പ്രമാണിയെ തടവിലാക്കി. And while they were in there, they both had dreams. അവിടെ അവരുണ്ടായിരുന്ന കാരാഗൃഹത്തിലായിരുന്നപ്പോൾ രണ്ടുപേർക്കും സ്വപ്നങ്ങൾ ഉണ്ടായി. And Joseph interpreted those dreams. യോസേഫ് ആ രണ്ട് സ്വപ്നങ്ങളും വ്യാഖ്യാനിച്ചു കൊടുത്തു. He said the butler will be returned to his position. അവൻ പറഞ്ഞു പാനപാത്രവാഹകൻ തിരിച്ച് അവന്റെ പദവിയിലോട്ട് തിരിച്ചു പോകും. But the baker will have to be eliminated. പക്ഷെ അപ്പക്കാരുടെ പ്രമാണിയെ കൊന്നുകളയണം. And this is what happened. അത് തന്നെയാണ് സംഭവിച്ചത്. But Joseph asked the cupbearer or the butler, says, "Don't forget me." പക്ഷെ യോസേഫ് അപ്പക്കാരന്റെ പ്രമാണിയെ അടുത്ത് പറഞ്ഞിരുന്നു, നീ നിന്നെ ഉയർത്തുമ്പോൾ നീ എന്നെ മറക്കരുത്. When you return to your station, remember that I translated this dream for you. നീ നിന്റെ പദവിയിലോട്ട് തിരിച്ചു പോകുമ്പോൾ നീ ഞാൻ നിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു തന്നോ മറന്നു കളയല്ലേന്ന്. But he did not remember. പക്ഷെ അവൻ മറന്നുപോയി, അവൻ ഓർത്തില്ല. So Joseph stayed more years in prison. അതുകൊണ്ട് യോസേഫ് പിന്നീടും കാരാഗൃഹത്തിൽ തുടർന്നു. Now, the royal palace was located in Luxor. This was actually the name at that time was Thebes. Come again. The capital was Thebes, and the capital of Egypt. മിസ്രയീം രാജ്യത്തിന്റെ തലസ്ഥാനം Thebes എന്നുള്ള സ്ഥലമായിരുന്നു. It was located in the south. അത് തെക്ക് ഭാഗത്തായിരുന്നു. തെക്കല്ലേ? തെക്ക് ഭാഗത്തായിരുന്നു ആ തലസ്ഥാനം ആയിരുന്നത്. Pharaoh's prison was located in the north in the city of On. ഫറോ രാജാവിന്റെ കാരാഗൃഹം വടക്ക് ഭാഗത്ത് ഓൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. The distance between On and Thebes was 600 miles. ഓൻ എന്ന് പറഞ്ഞ സ്ഥലവും തീവ്സ് എന്ന് പറഞ്ഞ സ്ഥലവും തമ്മിൽ 600 മൈലായിരുന്നു. And so whenever there was communication between these two cities, it took quite some time. ഈ രണ്ട് പട്ടണങ്ങളുമായിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വാർത്ത അയക്കണമെങ്കിൽ കുറച്ച് സമയമെടുത്തിരുന്നു. Joseph was in prison in On. ജോസഫ് ആൻ എന്ന സ്ഥലത്ത് തടവിലായിരുന്നു. And Pharaoh was ruling in Thebes. ഫറോ രാജാവ് തീവ്സ് എന്ന സ്ഥലത്ത് ഭരിച്ചുകൊണ്ടിരുന്നു. 600 miles south. 600 മൈൽ തെക്ക് ഭാഗത്ത്. But Pharaoh had two dreams, one after the other. ഫറോ രാജാവിന് രണ്ട് സ്വപ്നങ്ങൾ ഒന്നിന്റെ പുറകെ ഉണ്ടായി. And in these dreams there were 7 very fat cows that were eaten by the Nile River. ഈ സ്വപ്നത്തിൽ 7 വണ്ണമുള്ള പശുക്കൾ പുല്ല് തിന്നുകൊണ്ടിരുന്നു. But then out of nowhere 7 very skinny, very frail cows came up. എവിടുന്നില്ലാതെ 7 തീരെ കനം കുറഞ്ഞ 7 പശുക്കളും വന്നു. And they മെലിഞ്ഞ പശുക്കളും കടന്നു വന്നു. And they ate the fat cows. ആ മെലിഞ്ഞ പശുക്കളെല്ലാം ആ തടിച്ച പശുക്കളെ വിഴുങ്ങി തിന്നു കളഞ്ഞു. But they did not get any fatter. അവർ ആ മെലിഞ്ഞ പശുക്കളെല്ലാം മെലിഞ്ഞു തന്നെ ഇരുന്നു. അവരാരും വണ്ണം വെച്ചില്ല. Pharaoh woke up and he was disturbed. ഫറോ രാജാവ് ഉണർന്നു കഴിഞ്ഞ ശേഷം അവൻ വളരെ വിഷമിച്ചു. He didn't know what this meant. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അവൻ അറിഞ്ഞില്ല. He went back to sleep. അവൻ തിരിച്ചു ഉറങ്ങാൻ പോയി. And he dreamed that there was a stalk of corn. കറ്റകളെ കണ്ടു, സ്വപ്നം കണ്ടു. And on this corn were 7 ears of corn. On this stalk, 7 ears of corn. കതിരുകൾ കണ്ടു ആ കറ്റയില്. They were very fat and healthy, and it was a very good ears of corn. ധാന്യങ്ങളെല്ലാം നല്ല വണ്ണമുള്ള നല്ല വിളഞ്ഞ ധാന്യങ്ങളായിരുന്നു. And then 7 very, very small
and dried ears of corn spring up. അതിന്റെ പുറകിൽ വേറെ 7 കറ്റകൾ പൊങ്ങി വന്നു. അത് എല്ലാം ക്ഷീണിച്ച് മെലിഞ്ഞിരുന്ന കറ്റകളായിരുന്നു. They were blasted by the east wind. അവരെല്ലാം കിഴക്കൻ കാറ്റിൽ ചിതറിപ്പോയി. And they ate and destroyed the fat ones. ആ മെലിഞ്ഞ കറ്റകളെല്ലാം വണ്ണമുള്ള തടിച്ച കറ്റകളെ വിഴുങ്ങി കളഞ്ഞു. And again Pharaoh woke up and he was very disturbed. ഫറോ പിന്നെയും ഉണർന്നു, വളരെ വിഷമിച്ചു, ദുഃഖിതനായി. And so he called for his wise men and his astronomers and his dream interpreters to come to him. അവന്റെ രാജ്യത്തിലുള്ള എല്ലാ ദർശകന്മാരെയും സ്വപ്നം വ്യാഖ്യാനിക്കുന്നവരെയും വിദ്വാൻമാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി ഈ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ. But none of them could tell him the translation. അവർക്കാർക്കും ഈ സ്വപ്നങ്ങൾ രണ്ടും വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. Then the butler remembered. അപ്പോൾ ആ അപ്പത്തിന്റെ പ്രമാണി പാനപാത്രവാഹൻ ഓർത്തു. When I was in prison in On, I remember a young man. ഞാൻ ആൺ എന്നുള്ള തടവിലായിരുന്നപ്പോൾ ഞാൻ ഒരു ചെറുപ്പക്കാരനെ ഓർക്കുന്നു. And he interpreted a dream that I had. എനിക്കുണ്ടായ ഒരു സ്വപ്നം ഈ ചെറുപ്പക്കാരൻ വ്യാഖ്യാനിച്ചു വന്നു. And it came to pass. അത് സംഭവിച്ചു. Now, I would suggest ഞാൻ ഇപ്പോൾ ബുദ്ധി ഉപദേശിക്കട്ടെ, that you send for this man. ഈ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തുക. Now, Joseph was in prison. ജോസഫ് തടവിലാണ്. And the Egyptians did not offer human sacrifice. മിസ്രയീമ്യര് ഒരിക്കലും മനുഷ്യരെ യാഗം കഴിച്ചിരുന്നില്ല. Except one time of year. ഒരിക്കൽ മാത്രം ഒരു വർഷം അവർ മനുഷ്യയാഗം കഴിച്ചിരുന്നു. One time a year a person was sacrificed to the god of the underworld called Zeth. Zeth എന്നുള്ള അണ്ടർവേൾഡ് ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ ഒരു വർഷം ഒരു മനുഷ്യനെ യാഗം അർപ്പിച്ചിരുന്നു. And everyone who was offered as a sacrifice to Zeth was taken from Pharaoh's prison. ഈ ഇങ്ങനെ യാഗം അർപ്പിക്കാനായിട്ട് ഈ യാഗം അർപ്പിക്കുന്ന മനുഷ്യൻ ഫറവോന്റെ കാരാഗൃഹത്താണ് വിളിച്ചുകൊണ്ട് വന്നത്. The prisoner was taken. തടവുകാരനെ വിളിച്ചോണ്ട് വരും. His body was shaved. അവന്റെ ബോഡി മുഴുവനും അവന്റെ മുടിയെല്ലാം ഒഴിച്ചു കളയും. He was washed in spiced water. അവനെ നല്ല വെള്ളത്തിൽ ശുദ്ധ വെള്ളത്തിൽ കഴുകും. And then he was taken to the Nile River. അവന്റെ നൈൽ നദിയിലോട്ട് അവനെ കൊണ്ടുപോകും. And a stone was put around his neck. അവന്റെ കഴുത്തിൽ ഒരു വലിയ കല്ല് കെട്ടി തൂക്കും. A grinding stone. ഒരു ആട്ടുകല്ല് കൊട്ടി തൂക്കും. And he was thrown into the Nile. എന്നിട്ട് നൈൽ നദിയിലോട്ട് എറിയും. And as the man sunk in the water, ആ മനുഷ്യൻ വെള്ളത്തിനകത്ത് മുങ്ങുമ്പോൾ this supposed to have satisfied Zeth so that he would not kill any people in Egypt. ഈ സെത്ത് എന്ന ദൈവം ഈജിപ്തിലുള്ള ഒരു മനുഷ്യരെയും കൊല്ലാതിരിക്കുവാനായിട്ട് അവനെ തൃപ്തിയാകും. Now as the leader in prison, Joseph was responsible to prepare these men each year. ഈ കാരാഗൃഹത്തിലെ നേതാവായിരുന്ന യോസേഫിന്റെ ചുമതലയായിരുന്നു ഈ യാഗം കഴിക്കാനുള്ള മനുഷ്യനെ ഓരോ വർഷവും തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തയ്യാറാക്കുക. And so year after year after year a person was prepared under Joseph's jurisdiction. വർഷം തോറും ഓരോ വർഷവും യോസേഫിന്റെ ഓരോരോ മനുഷ്യനെ ഈ ബലിക്ക് വേണ്ടി തയ്യാറാക്കുമായിരുന്നു. And they were sacrificed to Zeth. സെത്തിന് വേണ്ടി യാഗം അർപ്പിക്കുമായിരുന്നു. Okay, now remember that. ഇത് ഓർക്കുക. Now Pharaoh in the palace. ഫറോ രാജാവ് കൊട്ടാരത്തിൽ. He is Pharaoh. അവൻ ഫറോ രാജാവാണ്. He is what he claims to be the living God. അവനാണ് അവൻ അവകാശപ്പെടുന്നത് പോലെ ജീവിക്കുന്ന ദൈവം. He doesn't have to explain his actions to anyone. അവന്റെ പ്രവർത്തികൾ ആർക്കും ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. He demanded that Joseph be sent. ഫറോ രാജാവ് ഡിമാൻഡ് ചെയ്തു യോസേഫിനെ അയക്കുവാനായിട്ട്. Bring this man to me. ഈ മനുഷ്യനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. Okay, well, they were separated by 600 miles. 600 മൈൽ ദൂരമാണെന്ന് നമ്മൾ കേട്ടല്ലോ. And when Joseph received the word, യോസേഫിന് ഈ രാജാവിന്റെ വാക്കുകൾ ലഭിച്ചപ്പോൾ he says, Pharaoh demands your presence. ഫറോ രാജാവ് നിന്റെ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നു. And then the word of God tells us this. ദൈവത്തിന്റെ വചനം നമ്മോട് ഇങ്ങനെ പറയുന്നു. Joseph was bathed. ജോസഫിനെ കുളിപ്പിച്ചു. And he was shaved. അവനെ ഷേവ് ചെയ്യിപ്പിച്ചു. Now what do you think Joseph felt like was next? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് യോസഫിന്റെ മനസ്സിൽ കൂടെ കടന്നുപോയത് എന്താണെന്ന്? He had gone through this many times. അവൻ പലപ്പോഴും അവൻ തന്നെ മറ്റുള്ളവരെ തയ്യാറാക്കിക്കൊണ്ടിരുന്നതാ. Perhaps what went through Joseph's mind is that
I'm the next sacrifice. യോസേഫിന്റെ മൈൻഡിൽ കൂടെ പോയത് ഞാനാണ് അടുത്ത ബലി കഴിക്കേണ്ട മനുഷ്യൻ. And throughout that entire 600-mile trip, ആ 600 മൈലിന്റെ യാത്രയിൽ Joseph was thinking, what is going to happen next? യോസേഫ് ചിന്തിച്ചുകൊണ്ടാണ് എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്. Joseph had now been in prison for within slavery and prison for 13 years. യോസേഫ് അടിമത്തത്തിലും കാരാഗൃഹത്തിലും ചേർന്ന് 13 വർഷമായി. For 13 years, the Word of God never says anything about God speaking to Joseph, giving him comfort. ഈ 13 വർഷത്തിൽ നമ്മൾ ഒന്നും കാണുന്നില്ല ദൈവം അവനോട് സംസാരിച്ചതായിട്ടോ അവനെ ആശ്വസിപ്പിക്കുന്നതായിട്ടോ. Not one time did God say, Joseph, be of peace. ഒരിക്കൽ പോലും യോസേഫിനോട് ദൈവം സന്ദർശിച്ച് പറഞ്ഞില്ല, യോസേഫേ നീ സമാധാനമായിരിക്കുക. Not one time ഒരിക്കൽ പോലും did God say, you are on the right track, it's okay. ദൈവം യോസേഫിനോട് പറഞ്ഞില്ല നീ നല്ല ശരിയായിട്ടുള്ള മാർഗത്തിലാണ് എന്ന്. Not one single time did God say to Joseph, your future is just secured in me. ഒരിക്കൽ പോലും യോസേഫിനോട് പറഞ്ഞില്ല നിന്റെ ഭാവി എന്നിൽ സുരക്ഷിതമാണെന്ന്. Joseph had no idea whether his father knew that he was even alive. യോസേഫിന് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല അവൻ ജീവനോട് ഇരിക്കുമോ ഇല്ലയോ. For 13 years there was no communication. 13 വർഷം യാക്കോബിന് യാതൊരു അറിവുമില്ല യോസേഫ് ജീവനോട് ഇരിക്കുന്നോ There ഇല്ലയോ. was no communication from home. അവന്റെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് യാതൊരു വാർത്തയുമില്ല. And there was no communication from God. ദൈവത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു വിവരവും കിട്ടിയതായിട്ട് കാണുന്നില്ല. At least none that is recorded. ഇതിനകത്ത് എഴുതപ്പെട്ടതായിട്ട് നമ്മളൊന്നും കാണുന്നില്ല. So now for 600 miles Joseph was thinking of this. 600 മൈൽ യാത്രയുടെ ഇടയ്ക്ക് യോസേഫ് ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് And വരുന്നത്. you can imagine what he felt. നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് യോസേഫിന്റെ ഉള്ളിൽ കൂടെ പോയ ചിന്ത. He said, God, I stood against the entire country because of you. ദൈവമേ നീ നിമിത്തം നിന്റെ പേര് നിമിത്തം ഞാൻ മുഴുവൻ രാജ്യത്തിന് എതിരായിട്ട് ഞാൻ നിന്നു. I stood against the religion of Egypt. മിസ്രൈമിലുള്ള ദൈവങ്ങളുടെയും മതത്തിന് വിരുദ്ധമായിട്ട് ഞാൻ എതിർത്തു നിന്നു. I stood up for you and your principles. നിനക്കും നിന്റെ നിയമങ്ങൾക്കും വേണ്ടി നിന്റെ കൽപ്പനകൾക്കും വേണ്ടി ഞാൻ എതിർത്തു നിന്നു. I never compromised my ഞാൻ stand. ഒരിക്കൽ പോലും ഒരു പൊത്തുവരുത്തുമായിട്ട് പെരുമാറിയില്ല. And I never compromised you. ഞാൻ ഒരിക്കലും നിന്നെ താഴ്ത്തി കാണിച്ചില്ല. But there was silence. അവിടെ പക്ഷേ എല്ലാം നമ്മൾ നിശബ്ദം കാണുന്നു. Finally, Joseph stood before Pharaoh. ഫറോ രാജാവിന് മുമ്പേ യോസേഫ് നിൽക്കുന്നു. And Pharaoh relayed to Joseph the dream. ഫറോ രാജാവ് യോസേഫിനോട് സ്വപ്നങ്ങൾ വിവരിക്കുന്നു. And then Joseph didn't need to pray about it. യോസേഫിന് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. God showed him the interpretation. ദൈവം അവന് ഈ വ്യാഖ്യാനങ്ങളെ കാണിച്ചു കൊടുത്തു. He says, Pharaoh, there will be 7 years of plenty. ഫറോ രാജാവ് 7 സംവത്സരം സമൃദ്ധിയുടെ സംവത്സരങ്ങൾ ഉണ്ടാകും. In which there will be great harvest. അവിടെ വലിയ കൊയ്ത്തുണ്ടാകും. And the harvest will bring in handfuls. ഈ വലിയ കൊയ്ത്തിൽ അനേകം ധാന്യങ്ങൾ വരും. But then there will also be followed that 7 years of drought. അതിനുശേഷം 7 സംവത്സരത്തിന് ക്ഷാമം ഉണ്ടാകും. Now, there was a problem with this second part. ഈ രണ്ടാം ഭാഗത്തിനകത്തൊരു പ്രശ്നമുണ്ട്. Because at that time, ആ സമയം drought had never been in Egypt. മിസ്രൈമിൽ ഒരിക്കലും ക്ഷാമം സംഭവിച്ചിട്ടില്ല. You remember in the case of Abraham, Abraham fled to Egypt because of a drought. ഈ ക്ഷാമം കാരണമാണ് അബ്രഹാം ഈ മിസ്രൈമിലോട്ട് ഓടിപ്പോയത്. And so drought had never been known in Egypt. മിസ്രൈമിൽ ഒരിക്കലും ക്ഷാമം സംഭവിച്ചിട്ടില്ല. But Pharaoh believed Joseph. പക്ഷേ ഫറോ യോസേഫിൽ വിശ്വസിച്ചു. And that very day, ആ ദിവസം തന്നെ Joseph was given the position of prime minister of Egypt. ജോസഫിനെ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തി. Joseph was the first prime minister in more than 450 years. 450 സംവത്സരങ്ങളായിട്ട് ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മിസ്രൈമിൽ ജോസഫ്. And he was the last prime minister for 520 years. 520 വർഷത്തേക്ക് അവൻ അവസാനത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. Herodias, the great Greek historian, tells us about what happened in these years of plenty.
Herodias, the Greek historian. ഈ ഗ്രീക്ക് ചരിത്രകാരൻ Herodias. ഹെറോഡിയസ് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. It tells us what happened in these years of plenty. ആ സമൃദ്ധിയുടെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ ചരിത്രങ്ങൾ ഹെറോഡിയസ് ചരിത്രകാരൻ പറയുന്നു. He tells us that in this 7 years, ഈ 7 സംവത്സരങ്ങൾ that each year produced 700 times more than the previous year. ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തെക്കാൾ 700 ഗുണം ധാന്യങ്ങൾ വിളഞ്ഞിരുന്നു. So you had the first year's harvest. ആദ്യത്തെ വർഷത്തെ കൃഷി കൊയ്ത്തുണ്ടായിരുന്നു. But the second year's harvest was 700 times greater than the first year. രണ്ടാമത്തെ വർഷത്തെ കൃഷി അതിന് 700 ഗുണം വർധനവുണ്ടായിരുന്നു. And the third year's harvest was 700 times greater than the second year. മൂന്നാം വർഷം ഉണ്ടായിരുന്ന കൊയ്ത്ത് രണ്ടാം വർഷത്തെക്കാളും 700 സമയം ഗുണം കൂടുതലായിരുന്നു. So at the end of 7 years, 7 വർഷത്തിന്റെ അവസാനം there had been an increase of more than 1,400%. 1400% വർധനവ് ധാന്യത്തിലുണ്ടായി. And if you go to Egypt today, ഇന്ന് മിസ്രൈമിൽ പോവുകയാണെങ്കിൽ, ഈജിപ്തിൽ പോവുകയാണെങ്കിൽ, you can see some of the ruins of the large storage facilities that Joseph made. പണ്ടുണ്ടായിരുന്ന ഈ ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്ന പത്തായങ്ങളോ അല്ലെങ്കിൽ എന്തുവാന്ന് വെച്ചോ അതെല്ലാം അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഇന്നും കാണാം. One that is easily found is near Luxor in South Egypt. തെക്ക് ഈജിപ്തിലുള്ള ലക്സോർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അങ്ങനെയുള്ള ജലാവശിഷ്ടങ്ങൾ ഇന്നും കാണാം. This facility is 17 miles one direction. ഈ ധാന്യം സൂക്ഷിക്കുന്ന പാണ്ഡികശാല 17 മൈൽ 17 മൈൽ നീളമുള്ളതാണ്. And 28 miles the other direction. 28 മൈൽ നീളമുണ്ട് മറ്റേ വീതിയിൽ. And these storage facilities stood 25 feet tall. 25 അടി പൊക്കം ഉണ്ടായിരുന്നു ആ പാണ്ഡികശാലയ്ക്ക്. Filled with grain. ധാന്യങ്ങൾ കൊണ്ട് നിറച്ച്. And that was only one of 27 of these facilities. 27 ഇതുപോലത്തെ പാണ്ഡികശാലകളുള്ളതാണ്. And so Joseph felt very confident. ജോസഫ് വളരെ ധൈര്യവാനായി തീർന്നു. That he had been sent by God to save the people of Egypt. അവന് മനസ്സിലായി ദൈവം അവനെ അയച്ചതാണ് മിസ്രൈമിലുള്ള ജനത്തെ രക്ഷിക്കുവാൻ. He had been raised to the position of prime minister. അവനെ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തേക്ക് അവനെ ഉയർത്തി. So that the people of Egypt would be saved from starvation. ഈജിപ്തിലുള്ള മനുഷ്യര് ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട്. But look with me again. എന്നോട് കൂടെ ശ്രദ്ധിക്കുക. To verse number 54. 54-ാം വചനം. 54. Chapter 41. ഉൽപ്പത്തി 41 and verse 54. 54-ാം വചനം. And now where was the drought? എവിടെയായിരുന്നു ക്ഷാമം? In all of the earth. മുഴുവൻ ഭൂമിയിലും and all of the land. സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി. Verse 55, what does it say? 55 പറയുന്നത്, പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ മിസ്രയീമ്യരോട് ഒക്കെയും നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവീൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. Pharaoh sent the people to who? ഫറോ ആരോട് അടുക്കലേക്കാണ് ധാന്യത്തിന് ജനങ്ങളെ അയച്ചത്? To Joseph. യോസേഫിന്റെ പക്കൽ. Joseph was responsible for the salvation of Egypt. ഈജിപ്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചുമതലയുണ്ടായിരുന്നത് യോസേഫിന്റെ പക്കലായിരുന്നു. But now let's look at verse number 56. 56-ാം വചനം ശ്രദ്ധിക്കുക. യോസേഫ് പാണ്ഡികശാലകൾ ഒക്കെയും തുറന്നു, മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു, ക്ഷാമം മിസ്രയീം ദേശത്ത് കഠിനമായി തീർന്നു. And number 57. 57 ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസേഫിന്റെ അടുക്കൽ വന്നു. The famine was over all lands. ക്ഷാമം സകല ദേശങ്ങളിലും ഉണ്ടായി. And they all came to Egypt. അവരെല്ലാവരും ഈ മിസ്രയീമിൽ വന്നു. But Joseph had only prepared for the salvation of Egypt. യോസേഫ് മിസ്രയീമ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമേ കരുതിയിരുന്നുള്ളൂ. Not for the salvation of all lands. എല്ലാ സകല ദേശക്കാരുടെയും രക്ഷയ്ക്ക് വേണ്ടി കരുതിയിരുന്നില്ല. After the 7 years of plenty, ആ 7 സംവർഷങ്ങളുടെ സമൃദ്ധിക്ക് ശേഷം then came the years of drought.
ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ വന്നു. The years of drought began. ക്ഷാമങ്ങളുടെ വർഷങ്ങൾ തുടങ്ങി. In March, മാർച്ച് മാസത്തിൽ in the year 1838 BC. 1838 BC-യിൽ കർത്താവിന്റെ വർഷത്തിന് മുമ്പായി 1838 BC. 1838 BC. Now you who have geology training, ഇവിടെ ആർക്കെങ്കിലും geology and ഭൂമിശാസ്ത്രത്തിന്റെ പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, or training in climatology, അല്ലെങ്കിൽ then this date is of climate. കാലാവസ്ഥയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, then this date is very significant. ഈ ഡേറ്റ് വളരെ മുഖ്യമാണ്. And in your studies, this date was the date that all of your studies revolved around. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ തീയതിയായിരിക്കും മറ്റ് എല്ലാ പഠിത്തങ്ങളും ചുറ്റി നിൽക്കുന്നത്. Now you remember when Abraham and Lot parted ways. അബ്രഹാമും ലോത്തും പിരിഞ്ഞപ്പോൾ, and Lot looked out over the land near the Jordan and said, "This is the land that I want." അവൻ യോർദാൻ പ്രദേശത്തുള്ള അടുത്ത സ്ഥലങ്ങളൊക്കെ നോക്കി ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. And the word of God tells us that the land that he wanted was like the land of Egypt. It was beautiful and fertile. അവൻ ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ മിസ്രൈമിലുള്ള ദേശങ്ങളെ പോലെ നല്ല കൃഷിയുടെ നല്ല സ്ഥലമായിട്ട് കണ്ടു. But the land of Egypt is not beautiful and it's not fertile. പക്ഷേ മിസ്രൈം ദേശം സുന്ദരം നല്ലത് കാണാൻ നല്ലതുമല്ല, അത് കൃഷിക്ക് കൊള്ളാവുന്നതുമല്ല. It's 98% desert. അത് 98% മരുഭൂമിയാണ്. But that was after 1838 BC. 1838 BC-ക്ക് ശേഷമാണത്. Before this time, all of the land between what is now Morocco all the way to what is now the Persian Gulf പേർഷ്യൻ ഗൾഫ് എന്നും മൊറോക്കോ എന്നും പറയുന്നതിന്റെ സ്ഥലത്തിന്റെ ഇടയ്ക്ക് was a beautiful, cultivatable, green, fertile land. കൃഷിക്ക് കൊള്ളാവുന്ന നല്ല സുന്ദരമായ നല്ല സ്ഥലമാണ്. There was no desert. There was no desert. അവിടെ എങ്ങും മരുഭൂമി കാണുന്നില്ല. There were no sand dunes. അവിടെ എങ്ങും ഈ മണൽ തീരങ്ങൾ കാണുന്നില്ല. All the way from what is now the Persian Gulf, Saudi Arabia, Iran, Iraq, Syria, all the way to northern Africa to the Atlantic Ocean was beautiful, cultivatable land. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് മുഴുവനും അങ്ങ് സൗദി അറേബ്യ വരെ എല്ലാം കൃഷിക്ക് കൊള്ളാവുന്ന നല്ല സുന്ദരമായുള്ള സ്ഥലങ്ങളാണ്. But in March മാർച്ച് മാസത്തിൽ of 1838 BC, 1838 BC, the wind began to blow from the east out of the Persian Gulf. കിഴക്കിൽ നിന്ന് കാറ്റ് ഊതുവാൻ തുടങ്ങി. And the greatest catastrophe that has ever hit the earth outside of the flood of Noah began. നോഹയുടെ കാലത്തുണ്ടായിരുന്ന ജലപ്രളയത്തിനെക്കാട്ട് അത് വിട്ടുകഴിഞ്ഞാൽ ഈ ഭൂമിയിലുണ്ടായ ഏറ്റവും വലിയ കാറ്റസ്ട്രോഫി അല്ലെങ്കിൽ ആപത്ത്, this tremendous sandstorm lasted for 7 years. ഈ സാൻഡ് സ്റ്റോം അല്ലെങ്കിൽ മണലെല്ലാം അടിച്ചുകൊണ്ടു പോകുന്ന ഈ കാറ്റ് 7 വർഷം നീണ്ടു. 7 years. 7 years. 7 വർഷം നീണ്ടു നിന്നു. And at the end of that 7 years, ആ 7 വർഷത്തിന്റെ അവസാനം that beautiful fertile land ആ സുന്ദരമായ കൃഷിക്ക് കൊള്ളാവുന്ന സ്ഥലം had turned into the Sahara Desert. അത് സഹാറ മരുഭൂമിയായിട്ട് മാറി. And when it was finished, അത് 7 വർഷം തീർന്നപ്പോൾ we have the deserts of Saudi Arabia. നമുക്ക് സൗദി അറേബ്യയിലുള്ള മരുഭൂമികളെ കാണാം. We have the wilderness of Iran and Iraq. ഇറാനിലെയും ഇറാഖിലെയും മരുഭൂമികളെ കാണാം. We have the deserts of the Sinai and of Egypt. ഈജിപ്തിലുള്ള സീനായ് മലയിലുള്ള മരുഭൂമി കാണാം. All the way to Libya and Algeria. അൾജീരിയ, ലിബിയ വരെയുള്ള സ്ഥലങ്ങളെല്ലാം മരുഭൂമിയായിട്ട് മാറിയത് കാണാം. The greatest catastrophe that's ever hit the earth. ഏറ്റവും വലിയ ആപത്ത് ഈ ഭൂമിയെ അടിച്ചത് അന്നാണ്. Except the flood of Noah. ജലപ്രളയം വിട്ടുകഴിഞ്ഞാൽ People had been living in this fertile land for hundreds of years. 100 കണക്കിന് വർഷങ്ങൾ ഈ നല്ല ദേശത്ത് ജനങ്ങൾ താമസിച്ചിരുന്നു. Their occupation was agriculture. അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ അധ്വാനം അവരുടെ കൃഷി മുഴുവൻ കൃഷി മാത്രമായിരുന്നു. They were farmers of wheat and of corn and of rice. ഗോതമ്പിന്റെയും അരിയുടെയും മറ്റ് ധാന്യങ്ങളുടെയും കൃഷി ചെയ്തുകൊണ്ടിരുന്നു. They raised cattle and other types of animals. അവർ മറ്റ് മൃഗങ്ങളെയും പശുവിനെയും ആടിനെയും ഇങ്ങനെയുള്ള മറ്റ് മൃഗങ്ങളെയും വളർത്തിയിരുന്നു. Throughout that entire district, those people were the bread basket of the world.
ലോകത്തിന് മുഴുവനും ആവശ്യമുള്ള ധാന്യങ്ങളും മറ്റു കാര്യങ്ങളും ആ സ്ഥലത്ത് നിന്നായിരുന്നു ഉൽപ്പാദിതമായത്. But when the wind ceased 7 years later, 7 വർഷങ്ങൾക്ക് ശേഷം കാറ്റ് നിന്നപ്പോൾ there was no land left to farm. കൃഷിക്ക് ഒരു സ്ഥലം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. Geologists tell us that the Atlantic Ocean raised 3 feet in depth because of so much topsoil that ended up in that ocean. 3 അടി പൊക്കത്തില് മണൽ വന്നു നമ്മൾ ഭൂമിശാസ്ത്രം പഠിച്ചവർക്ക് അത് അറിയാം. These people, by the hundreds of thousands, were all who were farmers, now found themselves, what do we do now? ഈ 100 കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങള് അവരെ തന്നെ ഇപ്പൊ ഈ മരുഭൂമിയെ കണ്ടപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. I am a farmer. My father was a farmer. My grandfather was a ഞാനൊരു farmer. കൃഷിക്കാരൻ, എൻ്റെ പിതാവ് ഒരു കൃഷിക്കാരൻ, എൻ്റെ വല്യപ്പച്ചൻ കൃഷിക്കാരൻ. But now we have nothing but rocks and sand. ഇപ്പൊ നമുക്ക് വെറും പാറയും മണലും മാത്രമേ ഉള്ളൂ. The beautiful fertile rivers and the river banks and the jungles that were there are gone. സുന്ദരമായുള്ള നദികളും കൃഷിക്ക് കൊള്ളാവുന്ന സ്ഥലങ്ങളും എല്ലാം പോയി. And the people became nomads. മനുഷ്യരെല്ലാവരും ജിപ്സീസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുന്നവരായിട്ട് മാറി. Traveling from place to place, trying to exist and trying to live. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി സഞ്ചരിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കാൻ. But they found hope in Egypt. മിസ്രൈമിൽ അവർക്ക് ഒരു ആശ കണ്ടെത്തി. Now Joseph's commission began to change. ജോസഫിന്റെ ചുമതലകൾ മാറാൻ തുടങ്ങി. Joseph had thought ജോസഫ് ചിന്തിച്ചിരുന്നു that his job was to save Egypt. ഈജിപ്തിനെ രക്ഷിക്കുക എന്നായിരുന്നു അവന്റെ ചിന്ത. But then he realized പിന്നെ അവൻ മനസ്സിലാക്കി that God had commissioned him ദൈവം തന്നെയാണ് അവനെ ആ സ്ഥാനത്താക്കിയത്, to be the savior of the world. ലോകത്തിന്റെ രക്ഷിതാവായിട്ട് ദൈവം അവനെ ചുമതല കൊടുത്തു എന്ന് പിന്നീട് മനസ്സിലാക്കി. He was the only man alive at that time who could do the job. ജോസഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജീവിച്ചിരുന്ന ആൾക്കാരിൽ ഒരു വ്യക്തി ആ ചുമതല നിർവഹിക്കാൻ കഴിവുള്ളത്. For 13 years Joseph heard nothing from God. 13 വർഷം ജോസഫ് ദൈവത്തിൽ നിന്ന് ഒന്നും കേട്ടിരുന്നില്ല. He received no words of encouragement from brothers or sisters or from anyone, any friends. ധൈര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യാശ ഉളവാക്കുന്നതിന് വേണ്ടി അവന്റെ കൂട്ടുകാരിൽ നിന്നോ അവന്റെ കുടുംബത്തിൽ നിന്നോ അവന്റെ സഹോദരന്മാരിൽ നിന്നോ എവിടുന്നും ഒരു വാക്ക് പോലും കേട്ടിരുന്നില്ല. He had to stand by himself against the most powerful nation in the world. ഏറ്റവും ശക്തിയേറിയ രാജ്യത്ത് എതിരായിട്ട് അവന്റെ ശക്തിയിൽ തന്നെ ആശ്രയിക്കേണ്ടിയിരുന്നു. And he and his God stood by themselves, facing all of the gods and the religious beliefs of Egypt. അവൻ ദൈവത്തിന്റെ കാരണം അവൻ തന്നെ മിസ്രൈമിലുള്ള സകല ദൈവങ്ങൾക്കും ഫറവോനും രാജാവിനെ എതിർത്തു നിന്നു. But there was no confirmation from any friends that you did a good job. പക്ഷെ ആരിൽ നിന്നും ഒരു വാക്ക് അവൻ കേട്ടിരുന്നില്ല, നീ നല്ല ജോലി ചെയ്തു. And now Joseph was absolutely convinced that he had been commissioned by God to save Egypt. ഈജിപ്തിനെ രക്ഷിക്കുവാനായിട്ട് ദൈവം അവനെ ആ സ്ഥാനത്ത് ഉയർത്തിയാണെന്ന് അവൻ മനസ്സിലാക്കി. But what God had in mind ദൈവത്തിന്റെ മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് എന്താണ്? is that Joseph would be responsible for the salvation of civilization. സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം യോസേഫിനെ കണ്ടിരുന്നു എന്ന് മനസ്സിലാക്കി. Joseph went to school for 13 years. 13 വർഷം ജോസഫ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. And when he graduated, അവൻ ഗ്രാജുവേറ്റ് എടുത്തു. He graduated to do the work of God. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് അവൻ പഠിച്ചു 13 വർഷം. Now, what about you? നിങ്ങൾ എങ്ങനെയാ? Why have you been in your school? നിങ്ങൾ എന്തുകൊണ്ട് ഏത് കാരണത്താൽ സ്കൂളിലായിരിക്കുന്നു? Why have you been going through the difficulties that you've been going through for the last 7 years, 10 years, 13 years? കഴിഞ്ഞ 7 വർഷം 10 വർഷം 13 വർഷം ഏത് കാരണത്താലാണ് നിങ്ങൾ പ്രശ്നങ്ങൾ കൂടി കടക്കുന്നത്? Why has there been times that you've petitioned God and seemingly He didn't hear you? ഏത് കാരണത്താലാണ് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചിട്ടും 5, 10, 15 വർഷം അപേക്ഷിച്ചിട്ടും ഉത്തരം ലഭിക്കാതിരുന്നത്? Why have there been times that you sought
comforting words from friends, but there were none there. കൂട്ടുകാരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ആശ്വാസ വാക്കുകൾ പ്രതീക്ഷിച്ചിരുന്നിട്ടും ലഭിക്കാതെ പോയതിന് കാരണം എന്താണ്? Encouragement from family, but there was none there. കുടുംബത്തിന് ആശ്വാസം ആഗ്രഹിച്ചു, പക്ഷെ ഉണ്ടായിരുന്നില്ല. Why were you going to school for these years? ഈ വർഷങ്ങളെല്ലാം നിങ്ങൾ സ്കൂളിലായിരിക്കുകയാണ്. Maybe you have an idea that what you went to school for is for a specific thing. നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തയുണ്ടാവും നിങ്ങൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് സ്കൂളിൽ പോയത്. You may think in your heart, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കാം, well, I know that I'm called to be a pastor in Bangalore. ഞാൻ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു പാസ്റ്ററായിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. I know that I'm called to be an evangelist. എന്നെ ഒരു സുവിശേഷകനായിട്ട് വിളിച്ചിരിക്കുന്നു. I know that I'm called to be a minister to women. എനിക്കറിയാം എന്നെ ദൈവം ഒരു സ്ത്രീകൾക്ക് ശുശ്രൂഷിപ്പാനായിട്ട് വിളിച്ചിരിക്കുന്നു. I know that I'm called to be a youth pastor. എനിക്കറിയാം എന്നെ ഒരു യുവാക്കളുടെ പാസ്റ്ററായിട്ട് വിളിച്ചിരിക്കുന്നു. I know that God has called me into a music ministry. എനിക്കറിയാം ദൈവം എന്നെ ഒരു മ്യൂസിക് ശുശ്രൂഷയിലോട്ട് വിളിച്ചിരിക്കുന്നു എന്ന്. And you may be just as convinced of that as Joseph was convinced. നിങ്ങൾ എല്ലാവരും യോസേഫിനുണ്ടായിരുന്ന ഉറപ്പുണ്ടായിരുന്ന പോലെ ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാകാം. Joseph knew without a doubt യോസേഫിനെ ഒരു സംശയം കൂടാതെ അറിയാമായിരുന്നു that he had been called to save Egypt. അവൻ മിസ്രയീമിനെ രക്ഷിക്കാനായിട്ട് ദൈവം വിളിച്ചതാണെന്ന്. But God had other plans. പക്ഷേ ദൈവത്തിന് മറ്റ് പ്ലാൻസ് ഉണ്ടായിരുന്നു. Maybe he has other plans for you. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് മറ്റ് പ്ലാൻസ് ഉണ്ട്. Maybe you are called not only to be a pastor in Bangalore, but to be a witness to an entire society. നിങ്ങൾ ബാംഗ്ലൂരിൽ ഒരു പാസ്റ്ററായിരിക്കാനായിട്ട് മാത്രമല്ല, പക്ഷെ ഒരു വലിയ സമൂഹത്തിന് നിങ്ങൾ ഒരു സാക്ഷ്യമായിരിക്കാനായിട്ടാണ്. Maybe you're not called to be an evangelist in India. Maybe you're called to be an evangelist to all of Asia. നിങ്ങൾ ഇന്ത്യയിൽ മാത്രം ഒരു സുവിശേഷകനായിരിക്കാനായിരിക്കത്തില്ല, പക്ഷെ ഈ ഏഷ്യ ഭൂഖണ്ഡം മുഴുവനും ഒരു സുവിശേഷകനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവും. Perhaps the thing that you think and that you are convinced that God wants from your life is only a stepping stone to what he really wants. ദൈവത്തിന് പരമാർത്ഥമായിട്ട് വേണ്ടതിന്റെ ഒരു ചെറിയ പടി മാത്രമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. Why? എന്തു കാരണം? Have you been in school? എന്തുകൊണ്ട് കാരണത്താലാണ് നിങ്ങൾ പാഠശാലയിലായിരിക്കുന്നത്? It's the question that only you can answer. ആ ചോദ്യം നിങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയുവാൻ കഴിയൂ. But I know this. പക്ഷേ എനിക്കിതൊന്നറിയാം, Jesus is coming soon. യേശു വേഗം വരുന്നു. And what we do, we must do now. നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യണം. We can no longer wait to see if Egypt is truly our final destination. മിസ്രയീം നമ്മുടെ അവസാന ലക്ഷ്യമാണോ എന്ന് നമുക്ക് അറിയത്തില്ല. Because your destination may be the salvation of a society. നിങ്ങളുടെ ലക്ഷ്യം ഒരു സമൂഹത്തിന്റെ രക്ഷയായിരിക്കാം. Of your entire state. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംസ്ഥാനത്തിന്റെ മുഴുവത്തിന്റെയും രക്ഷയായിരിക്കാം. Of your nation. നിങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയായിരിക്കാം. Of your continent. അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂഖണ്ഡത്തിന്റെ രക്ഷയുടെ കാരണമായിരിക്കാം. Joseph was one man. യോസേഫ് ഒരു വ്യക്തിയായിരുന്നു. Out of a world at that time that had at least 50 million people. ആ സമയം ലോകത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 150 ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നു. One man. ഒരു മനുഷ്യൻ. And God called him to save the world. ദൈവം യോസേഫിനെ വിളിച്ചു ലോകത്തെ രക്ഷിക്കാൻ. And so don't sell yourself short of what God wants you to do. ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നതിലും കുറച്ച് നിങ്ങളെ തന്നെ വിറ്റ് കളയരുത്. At the time that the 7 years of drought and the windstorm began, 7 വർഷത്തെ ഈ കാറ്റും കൊടുങ്കാറ്റും ഈ മണലെല്ലാം പറന്ന ആ സമയം തുടങ്ങിയപ്പോൾ it's estimated that Egypt had 9% of the wealth of the world. ഈജിപ്തിൽ അന്ന് ലോകത്തിലുണ്ടായിരുന്ന 9% സമ്പത്ത് ഈജിപ്തിലുണ്ടായിരുന്നു. At the end of the 7 years, ആ 7 വർഷങ്ങളുടെ അവസാനം, when the geography of the world was changed forever, ലോകത്തിന്റെ ഭൂമിശാസ്ത്രം എപ്പോഴത്തേക്കുമായിട്ട് മാറ്റിയ സമയത്ത്, and the world had to come to Egypt for food, ലോകം മുഴുവനും ഈജിപ്തിൽ ആഹാരത്തിന് വേണ്ടി വരേണ്ടി വന്നു. 96% of the wealth of the world had been transferred to Egypt. 96 ലോകത്തിന്റെ സമ്പത്ത് ഈജിപ്ത് രാജ്യത്തിലോട്ട് മാറി. Now, ഇപ്പോൾ let's advance a few hundred years. കുറച്ച്
കുറച്ച് 300-400-500 വർഷങ്ങൾക്ക് ശേഷം ചിന്തിച്ചാൽ There was a man named Moses. മോശ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. You remember him? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Moses led a group of slaves out of Egypt called the Jews. മോശ യഹൂദർ എന്ന പേരുള്ള ഒരു കൂട്ടം ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു മാറ്റി. The Israelites. ഇസ്രായേലിയർ. You remember what the Israelites took with them as they left Egypt? ഈജിപ്ത് വിട്ടപ്പോൾ ഈ ഇസ്രായേലിയർ ഈജിപ്തിന് കൊണ്ടുപോയത് എന്തുവാന്ന് ഓർക്കുന്നുണ്ടോ? They took with them the wealth of Egypt. ഈജിപ്തിലുണ്ടായിരുന്ന സകല സമ്പത്തും സ്വർണവും പൊന്നും സിൽവറും എല്ലാം എടുത്തുകൊണ്ട് പോയി. So the funds that Egypt had obtained at that time transferred over into the hands of the Israelites. അന്ന് ഈജിപ്ത് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും ഇസ്രായേൽ ജനത്തിന് അടുക്കൽ വന്നു. And it funded the Exodus. അവസാനം നമ്മൾ പുറപ്പാടിൽ കാണുന്നു. It funded the conquest of Canaan. It funded the conquest of Canaan. കനാൻ ദേശത്തിന്റെ അവകാശപ്പെടുത്തുവാനായിട്ട് ഈ സമ്പത്ത് ഉപയോഗം വന്നു. It funded the kingship of David. ദാവീദിന്റെ രാജ്യത്വത്തിന് വേണ്ടിയുള്ള സമ്പത്ത് ഉണ്ടായി. And a large portion of it funded the building of the great temple of Solomon. ശലോമോൻ രാജാവിന്റെ വലിയ നമ്മുടെ ആലയത്തിന്റെ സകലത്തിന്റെയും ആവശ്യമുള്ള സമ്പത്ത് അവിടുന്ന് ലഭിച്ചു, ഈജിപ്തിന് ലഭിച്ചു. All because one man എല്ലാം ഒരു മനുഷ്യൻ കാരണം yielded to the commission that God had for him. അവൻ ദൈവം അവനെ ഉണ്ടായിരുന്ന പദ്ധതിക്ക് അവൻ അധീനപ്പെട്ടിരുന്നു. Even though he was convinced of another direction. അവൻ വേറൊരു ദിക്കിലോട്ടാണ് അവന്റെ വിളിയെന്ന് അവൻ ചിന്തിച്ചിരുന്നുവെങ്കിലും. So tonight, ഇന്ന് രാത്രി do not be satisfied with where you are in God. നിങ്ങൾ ഇന്ന് ദൈവത്തിൽ എവിടെയായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തൃപ്തരാകരുത്. Pastor, do not be satisfied with what you are doing in your church. പാസ്റ്റർമാരെ, നിങ്ങൾ ഇന്ന് സഭയിൽ ചർച്ചിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. Evangelists, do not be satisfied with your evangelistic meetings. സുവിശേഷകന്മാരെ, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടരുത്. Music minister, music evangelist, മ്യൂസിക് ശുശ്രൂഷകന്മാരെ, സുവിശേഷകന്മാരെ, do not be satisfied with your concerts. ഇന്ന് നിങ്ങളുടെ ചെയ്യുന്ന ശുശ്രൂഷകൾ നിമിത്തം നിങ്ങൾ തൃപ്തരാകരുത്. Women's minister, do not be satisfied with that position. സഹോദരിമാരുടെ ശുശ്രൂഷയിൽ ഇരിക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ പൊസിഷനിൽ തൃപ്തരാകരുത്. Now, be content. നിങ്ങൾ തൃപ്തരാകണം. Be content where you are now. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് തൃപ്തി വേണം. But realize that God just may be scheduled you for something greater. പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ ഇപ്പോൾ ഉള്ളതിലും വലിയ പദ്ധതിയാണുള്ളത്. Seek the Lord. ദൈവത്തെ അന്വേഷിപ്പീൻ. Open your heart. ഹൃദയങ്ങളെ തുറപ്പീൻ. He said, Lord, I want everything that you have for me. പറഞ്ഞാട്ടെ, കർത്താവേ, നിനക്ക് നിന്റെ ഹൃദയത്തിലുള്ളതെല്ലാം എനിക്ക് വേണം. I have felt you called me to Bangalore. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നീ എന്നെ ബാംഗ്ലൂരിന് വേണ്ടി വിളിച്ചു. But perhaps you've called me to Asia. പക്ഷേ നീ എന്നെ ഏഷ്യ ഭൂഖണ്ഡത്തിന് വേണ്ടി ആയിരിക്കാം വിളിച്ചത്. So do not be satisfied with where you are now. ഇപ്പം നിങ്ങൾ എവിടെയാണോ അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. Just tell the Lord, yes, I will do it. കർത്താവിനോട് പ്രതികരിച്ചാട്ടെ, പറഞ്ഞാട്ടെ, അതേ കർത്താവേ, ഞാൻ ചെയ്യാം. And then let him work out the details. കർത്താവ് അതിന്റെ വിശദീകരണങ്ങൾ തരട്ടെ. Pastor, thank you very much. The Lord bless you.